പ്രധാന സേവകരെ വരവേൽക്കാനൊരുങ്ങി ശക്തന്റെ തട്ടകം. വരവേൽപ്പ് ഒരുക്കങ്ങൾക്ക് മാറ്റുകൂട്ടി നടുവിലാലിൽ കിഴക്കൂട്ട് അന്യന്മാരും സംഘവും ഉൾപ്പെടെ 101 വാദ്യ കലാകാരന്മാർ അണിനിരന്ന മേളവിരുന്ന് ശ്രദ്ധേയമായി. നാളെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുന്നത്. തുടർന്ന് നടക്കുന്ന റോഡ് ഷോയിലും മഹിളാ സമ്മേളനത്തിലും ലക്ഷക്കണക്കിന് വനിതകൾ പങ്കെടുക്കും. സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. എം മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ്, എന്തായാലും തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി. നാളെ അദ്ദേഹത്തിന്റെ പരിപാടികളൊപ്പം നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെയൊക്കെ വിവരങ്ങളും. തീർച്ചയായും മനു, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ശക്തന്റെ തട്ടകം ഒരുങ്ങുകയാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് നിരവധി സാംസ്കാരിക പരിപാടികളാണ് BJPയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നത്. അതൊക്കെ തന്നെ നമ്മളോട് സംസ്ഥാന നേതാക്കളൊക്കെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർജിയുടെ ചേരുന്നുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഇപ്പോൾ മഹിളകൾ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മഹിളാ സമ്മേളനം കേരളത്തിൽ നടക്കുന്നത്. 2 ലക്ഷം മഹിളകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം. അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മഹിളകൾ. മോദിജിയെ വരവേൽക്കാനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വലിയ പരിപാടികൾ, വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ, മെഗാ തിരുവാതിര അടക്കമുള്ള പരിപാടികൾ. ഇന്ന് മിനി തൃശ്ശൂർ പൂരം തന്നെ ഇവിടെ അരങ്ങേറി. അങ്ങനെ വലിയൊരു ഒരുക്കം തന്നെ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് നടന്നു വരുന്നു. പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളുമെല്ലാം വലിയ ആവേശത്തിലാണ് മോദിജിയെ സ്വീകരിക്കാനായി. അദ്ദേഹത്തിൻ്റെ വരെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ പലരും വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായിട്ടും ഈ മോദിജിയുടെ വരവ് തന്നെ ഈ രാജ്യത്തെ വനിതകൾക്ക് പാർലമെൻറ്റിലും നിയമസഭയിൽ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിൽ വലിയ പ്രാതിനിധ്യം, 33% പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു വരവാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ കേരളത്തിലെ വരവാണ്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികം ചർച്ച പോകുന്ന കാര്യമാണ്. വനിതാ ശാക്തീകരണത്തെ സംബന്ധിച്ചുമെല്ലാം വലിയ വീരവാദങ്ങൾ മുഴക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീ ശാക്തീകരണം എന്ന് കാണിച്ചു കൊടുത്തത് ശ്രീ നരേന്ദ്രമോദിജിയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ, അതുപോലെ തന്നെ മറ്റ് അവശജന വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളും അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് ഈ വരവോട് കൂടിയിട്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്രം ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വരവിൽ മറ്റ് സാമുദായിക സംഘടനകളുടെ നേതാക്കൾ കൂടെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. നിരവധി സംഘടനകളുടെ നേതാക്കന്മാർ, സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ മോദിജിയെ കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില സംഘടനകളുടെ നേതാക്കന്മാർ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെ മോദിജിയുടെ ഈ സന്ദർശനം തീർച്ചയായിട്ടും ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖ വനിതകൾ ഈ വേദി പങ്കിടുന്നു എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നാളത്തെ വേദിയിൽ കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള വനിതകൾ, പ്രമുഖരായിട്ടുള്ള വനിതകൾ മോദിജിയോടൊപ്പം വേദി പങ്കെടുക്കുന്നുണ്ട്. യുവം പരിപാടിയിൽ എങ്ങനെയാണോ യുവാക്കൾ, വ്യത്യസ്ത മേഖലകളിലുള്ള യുവാക്കളും യുവതികളും മോദിജിയോടൊപ്പം വേദി പങ്കിട്ടത്, അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖരായിട്ടുള്ള മഹിളകൾ നാളെ മോദിജിയോടൊപ്പം വേദി പങ്കിടും. എന്തായാലും ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള വനിതകളും മോദിജിയോടൊപ്പം വേദി പങ്കിടുമെന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതാക്കളും വ്യക്തമാക്കുന്നത്. എന്തായാലും ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിനാണ് തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണാർത്ഥം അതിൻ്റെ ഒരു തുടക്കം കൂടെ ആകും എന്ന് തന്നെയാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ച BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക പരിപാടികളും തൃശ്ശൂരിനെ ഒരു ഉത്സവ നഗരിയാക്കി മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. SPGയുടെയും അതുപോലെ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗതാഗത നിയന്ത്രണം കൃത്യമായും ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലാണ് പ്രധാനമന്ത്രി എത്തുന്ന ഈ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന പൊതുസമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണി മുതൽ ഈ റോഡ് ഷോ കൂടെ ഉള്ളതിനാൽ 11 മണി മുതൽ തന്നെ ഈ സ്വരാജ് റൗണ്ട് അവിടേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയും. അതോടൊപ്പം തന്നെ മറ്റ് വഴികളായിരിക്കും ഈ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കുക. മറ്റ് ഗതാഗത നിയന്ത്രണത്തോടൊപ്പം തന്നെ കൃത്യമായും എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളോടും കൂടിയായിരിക്കും ഈ പൊതുസമ്മേളനം നടക്കുക. കാരണം കേരളത്തിലെ ഒരു പശ്ചാത്തലം കൂടെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ സുരക്ഷ അതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾ ഇത്രയും അധികം
കൂടുതൽ എടുക്കുന്നത്. എന്തായാലും ഈ SPGയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മുഴുവനായിട്ടും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് കൃത്യമായി ഇത് നിയന്ത്രിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ട്രയൽ റൺ ഇന്ന് തന്നെ നടന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജിൽ നിന്നും അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി മറ്റ് വാഹന മാർഗം ജില്ലാ ആശുപത്രിയുടെ അവിടെ എത്തി. അവിടെ നിന്നുമാണ് ഈ ഒരു റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുക. അതിൻ്റെയൊക്കെ ട്രയൽ ഇന്ന് തന്നെ നടന്നു കഴിഞ്ഞു. കൃത്യമായും ഒരു നിയന്ത്രണവും അതുപോലെ തന്നെ സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ ശക്തം തന്നെയാണ്. അതിൽ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ, അതായത് ഈ കേരളത്തിലെ പശ്ചാത്തലം നേരത്തെ തന്നെ സൂചിപ്പിച്ചു. കൊച്ചിയിലടക്കം സ്ഫോടനങ്ങൾ നടന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ കൂടെ കാര്യ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു സുരക്ഷ ഇവിടെ ഒരുക്കുന്നത്. ശരി മനോജ്.